സ്ലീഹാക്കാലം 7-ാം ശനി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ദുഃഖം സന്തോഷമായി മാറും. ഈ ലോകത്തിൽ നിന്നുമുള്ള തൻ്റെ വേർപാടിൻ്റെ സമയം ആഗതമായെന്ന് യേശു അറിഞ്ഞു. ഇത് യേശു ശിഷ്യരെ അറിയിക്കുന്ന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ചങ്കോട് ചങ്കായി കഴിഞ്ഞിരുന്നവരാണ് ഗുരുവും ശിഷ്യരും. ഗുരു അവരെ വിട്ട് എങ്ങോട്ട് പോകുന്നുവെന്ന് അവർക്കിടയിൽ അവർ സംസാരിക്കുന്നു. ഇത് മനസ്സിലാക്കിയ യേശു തൻ്റെ വേർപാട് താൽക്കാലികം മാത്രമാണെന്നും അവൻ വീണ്ടും വരുമെന്നുമൊക്കെ പറയുന്നുണ്ട്. സമാഗതമാകുന്ന തൻ്റെ മരണമാണ് താൽക്കാലിക വേർപാടെന്നും 3 ദിവസത്തിനു ശേഷം ഉയർപ്പിന് കഴിഞ്ഞുള്ള കണ്ടുമുട്ടലിനെ കുറിച്ചുമാണ് യേശു ഉദ്ദേശിച്ചത്. മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുക എന്നത് അത്ര എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്നതല്ലല്ലോ. ഏറെ അടുത്തിടപഴകുന്നവരായിട്ടും പ്രായത്തിൽ ചെറുപ്പമായിരുന്നിട്ടും ഇതേക്കുറിച്ച് അവനോട് ചോദിക്കാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. 2 വ്യക്തികൾക്കിടയിൽ ഊഷ്മള ബന്ധമുണ്ടെങ്കിൽ അവർക്കിടയിൽ യാതൊന്നും മറച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ടാകില്ല എന്നത് നമ്മുടെയൊക്കെ ജീവിതാനുഭവമാണ്. എന്നാൽ ശിഷ്യർ യേശുവിനോട് ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്തവരെ പോലെ അവരുടെ സംശയങ്ങൾ അവർക്കിടയിൽ മാത്രമാണ് പരസ്പരം ചോദിക്കുന്നത്. അപ്പോൾ യേശു ഇടപെടുന്നു. നിങ്ങൾ ഒന്നും തന്നെ ചോദിക്കുന്നില്ല, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. യേശു പറയുന്ന കാര്യത്തിൻ്റെ പൊരുൾ തിരിച്ചറിഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ ദുഃഖവും അകലുകയും സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. യേശു ഒഴികെ ലോകത്തിലൊന്നും മനുഷ്യ ദുഃഖങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ പര്യാപ്തമല്ല.